ഡോക്ടർ, അതുപോലെ നമ്മളുടെ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ CJP നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം മന്ത്രി രാജിവെച്ചു. അങ്ങനെ അത് ഒരു രമ്യമായ രീതിയിൽ തന്നെ തീരുകയും ചെയ്തു. പക്ഷേ അതിനിടയ്ക്ക് നമ്മുടെ RSS സൈദ്ധാന്തികൻ എന്ന് പറയുന്ന TG മോഹൻദാസ് പുള്ളി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഞാനായിരുന്നെങ്കിൽ അവിടെ ആ ഏരിയയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചാനെ, അല്ലെങ്കിൽ മൈക്കിൽ കൂടി വാണിംഗ് കൊടുത്തിട്ട് പിന്നെയും പിരിഞ്ഞു പോയില്ലെങ്കിൽ വെടിവെച്ച് ആൾക്കാരെ വീഴ്ത്തിയാനെന്ന് പറയുന്നു. ചിലപ്പോൾ ശവങ്ങൾ വീഴും, അത് പരിക്കേറ്റവരുണ്ടാവും, അതെല്ലാം ആംബുലൻസിലാക്കി മാറ്റും. അങ്ങനെ വളരെ വളരെ നിസ്സാരമായിട്ടാണ് പുള്ളി ആ സമരത്തെ കണ്ട് പറയുന്നത്. അത് വലിയൊരു കലാപം നടക്കുന്ന പോലെയാണ് ആ സമരത്തെ പുള്ളി വിശേഷിപ്പിച്ചത്. അത് കൂടാണ്ട് മോശമായ പരാമർശം നടത്തിയിരുന്നു. സ്ത്രീകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ ബലാത്സംഗമോ അല്ലെങ്കിൽ കൂട്ടബലാത്സംഗം ഉണ്ടാവും. അപ്പോൾ ഈ ബലാത്സംഗം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് അങ്ങോട്ട് പോകുന്നതെന്നും പുള്ളി പറഞ്ഞിരുന്നു. അവർ ആ പുള്ളിയുടെ ആ കാഴ്ചപ്പാടിനെ കുറിച്ച്, ആ മോശം പ്രസ്താവനയെക്കുറിച്ചൊന്ന് പറയാമോ? അല്ല, അദ്ദേഹത്തെ പോലുള്ള ആളുകളെന്നൊക്കെ പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ നിലനിൽക്കേണ്ട ആൾക്കാരൊന്നുമല്ല. സമൂഹത്തിനൊന്നും പറ്റി യോജിച്ചൊരു ആളൊന്നുമല്ല അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഇത് പറയുകയെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ ഒറ്റപ്പെട്ടൊരു വാക്കായിട്ട് നമുക്ക് കാണാനും പറ്റില്ല. കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുകളെയൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന സമാന മനസ്കരായിട്ടുള്ള ഒത്തിരി ആളുകൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ബലത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാലാകാലങ്ങളോളം അല്ലെങ്കിൽ പല സമയത്തും ഇത്തരം പൊതുസമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഈ പൊതുജനം അദ്ദേഹം നിലനിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെയൊക്കെ നിലനിർത്താൻ ശ്രമിക്കുന്ന വലിയൊരു സമൂഹം ഈ നമ്മുടെ ഇടയിലൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഒറ്റപ്പെട്ട ശബ്ദമല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ സമരം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതൊരു ഭരണഘടന അംഗീകരിക്കുന്നുണ്ട്. കാരണം അത് നിലനിൽക്കേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഒരു സമരം എന്ന് പറയുന്നത്. സമരത്തിൽ എന്ത് നടന്നു അല്ലെങ്കിൽ സമരത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താകട്ടെ, ഏതൊരു സമരം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെന്ന് തോന്നുമ്പോഴാണ് ഒരു സമരം ഉണ്ടാകുന്നത്. അപ്പോൾ സമരങ്ങൾ ചെയ്യുന്ന ആൾക്കാരെല്ലാം വെടിവെച്ചുവല്ല എന്ന് പറയുന്ന രീതി എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതൊരിക്കലും പ്രാവർത്തികമാകുന്നതല്ല. അതൊരു കാടത്തമാണ്. ആ കാടത്തം എന്നൊക്കെ പറയുന്നത് അതൊരു പറഞ്ഞില്ലേ, ഈ ഒരു ജനാധിപത്യം ഉണ്ടാകുന്നതിന് മുമ്പ് രാജഭരണത്തിന് പോലും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. ചില വംശങ്ങൾക്കെല്ലാം അപ്രമാദിത്വം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അവരെ നിർത്തിക്കൊണ്ട് പോകുന്നൊരു കാഴ്ചപ്പാടോട് ജീവിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്നുണ്ട് അവിടെ പങ്കെടുത്ത പെൺകുട്ടികളെന്ന് പറയുന്നത് ഈ ബലാത്സംഗം ചെയ്യപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് സ്വതവേ അങ്ങോട്ട് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. ഇത്ര മ്ലേച്ഛകരമായ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ബഹുമാനിക്കേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീപക്ഷ അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങളെ മാനിക്കേണ്ടതുണ്ടായിരുന്നു. ഇതൊന്നും കണക്കാക്കാതെ വായിൽ തോന്നുന്നത് പറയുന്നൊരു കാര്യമാണ് അദ്ദേഹം അനുവർത്തിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ചെറിയൊരു കാര്യമല്ല സ്ത്രീ വിഷയത്തിൽ, അല്ലെങ്കിൽ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടേണ്ടവരാണെന്ന അർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടതാണ് അറബ് വസന്തം എന്ന് പറയുന്നത്. ആ അറബ് വസന്തത്തിൻ്റെ അവസാന നാളുകളിൽ 2014 ജൂണിൽ ഈ ഈജിപ്തിലെ തഹരീർ സ്ക്വയറിൽ നടക്കുന്ന അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനാരോഹണത്തിൽ ബന്ധപ്പെട്ട് വരുന്ന അവിടുത്തെ ചടങ്ങ്, അപ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ പങ്കെടുത്തു. അബ്ദുൽ ഫത്താഹ് എന്ന് പറയുന്ന പ്രസിഡന്റ് ആ തെരഞ്ഞെടുപ്പിനോട് സ്ഥാനാരോഹണത്തിൽ ബന്ധപ്പെട്ട് ഒത്തിരി ജനങ്ങൾ അവിടെ പങ്കെടുത്തു. അപ്പോൾ ആ ജനങ്ങൾ പങ്കെടുത്തപ്പോൾ അവിടെ ഉണ്ടാകുന്ന ധാരാളം പെൺകുട്ടികളെ, അതായത് ഡസനിലധികം പെൺകുട്ടികളെ അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാർ, ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാർ അവർ മോശപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല 19 വയസ്സുള്ളൊരു പെൺകുട്ടി വളഞ്ഞു വെച്ച് ബലാത്സംഗം ചെയ്യുന്നു. ആ സമയത്ത് അതിൻ്റെ വീഡിയോ എല്ലാം ഈ ലോകസമക്ഷമൊക്കെ ഓടിയതാണ്. അപ്പോൾ ആൾക്കാർ അതിനെതിരെ വിമർശിച്ചു. അങ്ങനെ ലോകം തന്നെ ഈജിപ്തിൻ്റെ ഇത്തരം ചെയ്തികൾക്കെതിരെ നിരന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അന്ന് അവിടുത്തെ പണ്ഡിതന്മാരും അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി നടക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രഭാഷണ പരമ്പരയുമായിട്ട് നടക്കുന്ന വ്യക്തികൾ പറഞ്ഞത്, ഈ തലമറയ്ക്കാതെ സമരവേദിയിലെത്തി പെൺകുട്ടികളെല്ലാം തന്നെ ബലാത്സംഗം ചെയ്യാൻ ആഗ്രഹിച്ചു എന്നാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെതിരെയാണ് ലോകം ഒന്നടങ്കം ഇതിനെതിരെ വിമർശിച്ചു വന്നത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു ഈജിപ്തിനെ സംബന്ധിച്ച് ഒരു പ്രവണത തന്നെയായിരുന്നു. കാരണം ഈ പ്രവണത രൂപപ്പെട്ടതെന്ന് പറയുന്നത് അവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ കണക്കാക്കിക്കൊണ്ടായിരുന്നു. അവർ പറയുന്നത് സ്ത്രീകളിങ്ങനെ വന്നാൽ അവർ വ്യഭിചരിച്ചു ഈ ബലാത്സംഗം ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു ലൈസൻസാണ് മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മതരാഷ്ട്രത്തിൻ്റെ പ്രധാന വക്താക്കൾ പറഞ്ഞത്. അതിന് സമാനമാണ് ഇദ്ദേഹം പറഞ്ഞത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് ആ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അവിടുത്തെ പെൺകുട്ടികൾ അല്ലെങ്കിൽ അവിടുത്തെ പെൺമക്കളെ ബലാത്സംഗം ചെയ്താനുള്ള ഒരു ആഹ്വാനമാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു ജനാധിപത്യ വ്യവസ്ഥയെ മാത്രമല്ല, സാമൂഹ്യപരമായിട്ടുണ്ടാകുന്ന അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു വ്യവസ്ഥിതിയെ തന്നെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറയാൻ പറ്റില്ല.
കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പിന്തുടരുന്ന വലിയൊരു പക്ഷമുണ്ട്. അവർ ഇത്തരം സമരങ്ങൾ നടക്കുമ്പോൾ സ്ത്രീകളെ ഈ പറയുന്ന രീതിയിൽ മോശപ്പെടുത്താം എന്ന് പറഞ്ഞ് ചെല്ലുന്നു. അപ്പോൾ അങ്ങനെ മോശപ്പെടുത്തുമ്പോൾ ഇത്തരം ആളുകൾ അവർ ജയിലിൽ പോയാലും സംരക്ഷിക്കാൻ പുറത്തുണ്ടാകും. അപ്പോൾ നമ്മുടെ വ്യവസ്ഥിതിയെ വെച്ച് ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സാമൂഹ്യ ക്രമത്തെ തകർക്കാവുക, അതുപോലെ തന്നെ സ്ത്രീകൾ എന്ന് പറയുന്ന എല്ലാ കാലത്തും 4 കെട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ 4 ചുവരിൻ്റെ അകത്തിരിക്കേണ്ടത് ആണെന്നുള്ള ഒരു എന്താ പറയുക പുരുഷ കേന്ദ്രീകൃത മനോവൈകൃതമുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അഭിപ്രായങ്ങളാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ആളുകളെ ഈ ജനങ്ങളുടെ സമക്ഷം സംസാരിക്കാനുള്ള വേദികളിൽ നിന്ന് പുറത്താക്കുക, അവരുടെ അഭിപ്രായങ്ങൾക്ക് ജനങ്ങൾ ആരും തന്നെ കാതുകൊടുക്കുന്ന ഒരു അവസരം ഇനി ഉണ്ടാകാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ കേൾക്കാൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം ആളുകൾ ഇത്തരം ജൽപ്പനങ്ങൾ നടത്തുന്നത്. പക്ഷേ ആ ജൽപ്പനങ്ങളുടെ പുറകിൽ സഞ്ചരിക്കുന്ന യുവതയുണ്ട്. ആ ജനവിഭാഗം ഇതിനോടനുബന്ധിച്ച് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഇവിടുത്തെ സാമൂഹിക്രമം അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസ്ഥിതി തന്നെ തകരും. അപ്പോൾ ഇതിൻ്റെ പുറകിലുണ്ടാകുന്ന വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്ന് പറഞ്ഞ് ചെറുതല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ആളുകളുടെ ചെയ്തികളെ നമ്മൾ കടിഞ്ഞാണിടേണ്ടതുണ്ട്. അതിനിവിടുത്തെ നിയമപരമായിട്ട് കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. ആ നിയമം കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരം ആളുകളുടെ ഇത്തരം ചെയ്തികൾ അല്ലെങ്കിൽ ഇത്തരം വാഗ്ദാനങ്ങൾ ഇതൊരു വലിയൊരു വാഗ്ദാനമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. കാരണം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള സ്ത്രീയോ പുരുഷ എന്നുള്ള വ്യത്യാസമില്ലാതെയുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഇറങ്ങി പുറപ്പെടുന്ന സ്ത്രീപക്ഷത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആ വിഭാഗത്തെ ബലാത്സംഗം ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെ ഒതുക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഇത് ചെന്നെത്തുന്നത് ഇത് വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ചെവി കൊടുക്കാതിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് ഭരണകൂടമോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്.